നമസ്കാരം. കൊട്ടിയൂർ മഹോത്സവം അതിമനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടിയൂർ എന്ന് കേൾക്കുമ്പോഴേ 1000 കഥകളായിരിക്കാം നമുക്കെല്ലാം മുന്നിലേക്ക് കടന്നു വരിക. എന്തൊക്കെയാണ് കൊട്ടിയൂരിന്റെ ഐതിഹ്യങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് പ്രഭാഷക സമിതി ജനറൽ സെക്രട്ടറിയായ PS മോഹനൻ കൊട്ടിയൂരാണ്. നമസ്കാരം. കൊട്ടിയൂർ എന്ന് കേൾക്കുമ്പോഴേ ഒരുപാട് കഥകൾ നമ്മുടെ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ആചാരങ്ങൾ നമ്മൾ സ്മരിക്കാറുണ്ട്. എന്തൊക്കെയാണ് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്? കൊട്ടിയൂരിന്റെ ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുരാണപ്രസിദ്ധമായ ഭാഗവത പ്രസിദ്ധമായ ദക്ഷയാഗ കഥയാണ്. ദക്ഷയാഗം നടന്നത് അക്കരെ കൊട്ടിയൂരിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദക്ഷയാഗ വേദികയാണ് അക്കരെ കൊട്ടിയൂർ. വാസ്തവത്തിൽ ശിവഭഗവാനെയും സതീദേവിയെയും അപമാനിക്കുന്നതിന് വേണ്ടി അവരെ മാത്രം ക്ഷണിക്കാതെ 14 ലോകങ്ങളിലുള്ള ആളുകളെയും ക്ഷണിച്ചുകൊണ്ടാണ് ദക്ഷൻ ഈ യാഗം നടത്തുന്നത്. യാഗത്തിന്റെ ഉദ്ദേശം തന്നെ തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ശിവഭഗവാനെ പരിണയിച്ച മകളെയും തൻ്റെ ശത്രുവായ ശിവഭഗവാനെയും അപമാനിക്കുക എന്നുള്ളതാണ്. യാഗം ഒരു പുണ്യമായ ലക്ഷ്യം കണക്കിലാക്കിയല്ല ദക്ഷൻ നടത്തുന്നത്. എന്നാൽ അങ്ങനെ ഒരു ചിന്തയില്ലാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന സതീദേവി അവിടെ വച്ച് അപമാനിക്കപ്പെടുകയും സതീദേവി ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ആ സതീദാഹം നടക്കുന്ന സ്ഥാനം ദേവി അമ്മ മറഞ്ഞ കല്ല് എന്ന അർത്ഥത്തിൽ അമ്മാറക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. അവിടെയാണ് സതീദേവി ദേഹത്യാഗം ചെയ്തത്. വാസ്തവത്തില് നമ്മുടെ ദേവി ശക്തി സ്ഥാനങ്ങളായിട്ടുള്ള അഷ്ടോത്തര ശതപീഠങ്ങളുടെയും പ്രഭവസ്ഥാനം ഈ അമ്മാറക്കൽ തറയാണ് എന്നാണ് വിശ്വാസം. കാരണം ഈ സതീദേവിയുടെ ദേഹവിയോഗം അറിഞ്ഞ ഭഗവാൻ ശ്രീപരമേശ്വരൻ ക്രുദ്ധനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ക്രോധത്തിൽ നിന്നാണ് വീരഭദ്രനും ഭദ്രകാളിയും ആവിർഭവിക്കുന്നത്. വീരഭദ്രനും ഭദ്രകാളിയും ഭൂതഗണങ്ങളോടൊപ്പം വന്ന് ആ ദക്ഷയാഗം തകർക്കുകയാണ്. വീരഭദ്രൻ ദക്ഷന്റെ ശിരസ്സറുക്കുന്നു. ആ ദക്ഷ ശിരസ്സറുത്ത് ആ വാൾ വീരഭദ്രസ്വാമി വലിച്ചെറിഞ്ഞതാണ് വയനാട് ജില്ലയിലെ മുതിരേരിയിൽ ചെന്ന് പതിക്കുന്നത്. ആ മുതിരേരി വാൾ എഴുന്നള്ളിച്ചെത്തുന്നതോടുകൂടിയാണ് കൊട്ടിയൂർ ഉത്സവത്തിന്റെ തുടക്കം. അപ്പൊ അക്കരെ കൊട്ടിയൂരിൽ ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥാനത്തിന് സമീപത്തായിട്ട് ഭഗവാൻ സ്വയംഭുവായി സാന്നിധ്യം ചെയ്തു, അവിടെ സ്ഥിരമായിട്ട് നിലകൊണ്ടു എന്നതാണ്. അങ്ങനെയാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ആവിർഭാവത്തിന് പിന്നിലുള്ള കഥ. ഇതുപോലെ തന്നെ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള കഥകളും ഉണ്ടല്ലോ. അതെ, പരശുരാമ കൽപ്പിതമാണ് യാഗോത്സവം എന്നാണ് പറയുക. പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്തതാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ രസകരമായ ഒരു കഥയാണത്. പരശുരാമൻ താൻ വീണ്ടെടുത്ത ഭൂമിയിലൂടെ പരശുരാമൻ സഞ്ചരിക്കുകയാണ്. സ്വാഭാവികമായും താൻ വീണ്ടെടുത്ത ഭൂമി എന്ന ഒരു അധികാര ബോധം പരശുരാമനിലുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിൽ പ്രതിഫലിക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് ഈ സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിന് തൃശ്ശിരാചലം എന്നാണ് പറയുക. തൃശ്ശിരാചലം എന്ന് പറയാൻ കാരണം തൃശ്ശിരസ് ഇവിടെ തപസ് ചെയ്തിരുന്നു. ഈ തൃശ്ശിരസിനെ പറ്റിയിട്ട് ഒരു രസകരമായ ഒരു കഥയുണ്ട്. തൃശ്ശിരസിന്റെ 3 ശിരസ്സുകൾ 3 ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ളതാണ്. അതായത് ഒന്ന് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ലോകവ്യാപാരങ്ങൾ നിർവഹിക്കാൻ ലോകത്തെ നോക്കിക്കാണുന്ന ശിരസ്സാണ്. മറ്റൊരു ശിരസ് വേദം പാരായണം ചെയ്യാനുള്ളതാണ്. 3ാമത്തെ ശിരസ് മദ്യം പാനം ചെയ്യാനുള്ളതാണ്. എന്ന് വെച്ചാൽ ഒന്ന് പ്രകൃതി സഹജമായത്, ഒന്ന് സംസ്കൃതിയിലേക്ക് ഉയരുന്നത്, ഒന്ന് വികൃതിയിലേക്ക് അധപതിക്കുന്നത്. ഈ 3 അവസ്ഥകളിലൂടെയും മനുഷ്യൻ കടന്നു പോകാം. ഈ തൃശ്ശിരാചല ഭൂമിയിലേക്ക് പരശുരാമൻ എത്തിയപ്പോഴേക്കും ഒരാളെതിരെ വരുന്നു. അദ്ദേഹത്തിന് പരശുരാമനോട് ഒരു ബഹുമാനം കാണുന്നില്ല വരുന്നയാൾക്ക്. എന്ന് മാത്രമല്ല, പരശുരാമന് ഇത് താൻ വീണ്ടെടുത്ത ഭൂമിയാണെന്ന് അധികാരമുള്ളതുപോലെ അദ്ദേഹം ഒരു അധികാരഭാവത്തിലാണ് വരുന്നത്. സ്വാഭാവികമായും ഇത് പരശുരാമന് ഒരു അസന്തുഷ്ടി ഉണ്ടാക്കി. ഈ വരുന്നയാൾക്കും പരശുരാമനോട് ഒരു അസന്തുഷ്ടി ഉണ്ടാക്കി, അദ്ദേഹത്തെ ബഹുമാനിക്കാത്തതിന്. അപ്പോൾ ഒരു അധികാര തർക്കം ഉണ്ടായി. ഈ അധികാര തർക്കം യഥാർത്ഥത്തിൽ ഭൂമിയെ സംബന്ധിച്ചല്ല എന്നുള്ളതാണ് രസം. കാരണം എതിരെ വരുന്നയാൾ കലിയാണ്, യുഗനാഥനായ കലി. 4 യുഗങ്ങളാണല്ലോ നമ്മുടെ സങ്കല്പത്തിലുള്ളത്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പൊ കലിയുഗത്തിന്റെ യുഗനാഥനായ കലിയാണ് വരുന്നത്, ദുർഗുണങ്ങളുടെ ഇരിപ്പിടമായിട്ടുള്ള കലി. ഈ യാത്രയിൽ പരശുരാമൻ തൃശ്ശിരാചല ഭൂമിയിൽ എത്തിയ സമയമായപ്പോഴേക്കും കലിയുഗം ആരംഭിച്ചു. അപ്പോൾ ഈ യുഗത്തിന്റെ നാഥനാണ് കലി. ഇത് എൻ്റെ ടൈം ആണെന്നുള്ളതാണ് കലിയുടെ അധികാരഭാവം. ഇത് എൻ്റെ സ്പേസ്, എൻ്റെ സ്ഥലമാണെന്നുള്ളതാണ് പരശുരാമന്റെ അധികാരഭാവം. അപ്പൊ ഇവര് തമ്മിൽ നേരിട്ടു. രണ്ടുപേരും തമ്മിൽ ആ അധികാര മത്സരം അവരുടെ ശരീരഭാഷയിലുണ്ട്. അത് വാക്കുകളിലേക്ക് വന്നു, അത് കയ്യേറ്റത്തിലേക്ക് വന്നു.
രണ്ടുപേരും സംഘർഷത്തിലേർപ്പെട്ടു, യുദ്ധമായി. സ്വാഭാവികമായി ആയോധന വിദ്യയിൽ അതിസമർത്ഥനായ പരശുരാമൻ കലിയെ ബന്ധിച്ചു. കലിയെ വധിക്കാൻ തുടങ്ങുന്ന സമയത്ത് ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരവിടെ സാന്നിധ്യപ്പെട്ടു. ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ 3 പേരും കൂടിച്ചേർന്നതിനാൽ ഈ സ്ഥലം കൂടിയൂർ എന്നും പിന്നീട് കൊട്ടിയൂർ എന്നും അറിയപ്പെട്ടു എന്നാണ് പറയുക. അവർ പരശുരാമനെ വിലക്കി, കലിയെ വധിക്കരുതെന്നു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ദുർഗുണങ്ങളുടെ ഇരിപ്പിടമായി ഈ കലിയെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, ഇപ്പോഴേ കലിയുടെ കഥ കഴിച്ചാൽ ആ പണി തീർന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല. ലോകത്തൊരാളും 100% പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല, 100% മോശക്കാരനായിട്ടും ആരുമില്ല. അതുകൊണ്ട് കലിയെ മോചിപ്പിക്കണം എന്ന്. പരശുരാമൻ പറഞ്ഞു, കലിയുടെ ഒരു ഗുണമെങ്കിലും, ഒരു മെറിറ്റെങ്കിലും പറഞ്ഞാൽ ഞാൻ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത്, മറ്റു 3 യുഗങ്ങളിലും ഇല്ലാത്ത ഒരു വൈശിഷ്ട്യം കലിയുഗത്തിലുണ്ട്. കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം മനുഷ്യന് മുക്തിയെ പ്രാപിക്കാം. ഇതാണ് കലിയുഗത്തിൻ്റെ വൈശിഷ്ട്യം. അപ്പോൾ ബ്രഹ്മാവ് ഇത് പറഞ്ഞതിനെ തുടർന്ന് പരശുരാമൻ ഒരു കണ്ടീഷൻ വെച്ചു, കലിയെ ഞാൻ മോചിപ്പിക്കാം, പക്ഷേ എൻ്റെ ഭൂമിയിൽ കലിബാധ ഉണ്ടാകരുത്. അത് ത്രിമൂർത്തികൾ അംഗീകരിച്ചു. അവർ പറഞ്ഞു, ആ വ്യവസ്ഥ നമുക്ക് നടപ്പിലാക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കലിബാധ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ആചരണം ഇവിടെ വേണം. അതിന് 27 നക്ഷത്രങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിശേഷമായ ചടങ്ങ് വേണം, വൈശാഖ മഹോത്സവം. അങ്ങനെ വൈശാഖ മഹോത്സവം ബ്രഹ്മാവിൻ്റെ ത്രിമൂർത്തികളുടെയും നിർദ്ദേശപ്രകാരം പരശുരാമനാൽ കൽപ്പിതമായതാണ്. പരശുരാമ കൽപ്പിതം, പരശുരാമ പ്രതിഷ്ഠ എന്നല്ല, സ്വയംഭൂവാണ് ഇവിടുത്തെ മഹാദേവൻ. പക്ഷെ ഈ ആചരണങ്ങൾ പരശുരാമ കൽപ്പിതമായിട്ടാണ് ആവിർഭവിച്ചത്. പിൽക്കാലത്ത് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ആചരണങ്ങൾ നവീകരിച്ചത് പിന്നീട് ശങ്കരാചാര്യസ്വാമികളാണെന്നും പറയുന്നുണ്ട്. ഈ 2 കഥകളല്ലാതെ വേറെ ഏതെങ്കിലും കഥകൾ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കാണുന്ന ആ കൊട്ടിയൂർ ക്ഷേത്ര സങ്കേതം ആവിർഭവിച്ചത്, അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. കൊട്ടിയൂർ വീണ്ടും പിൽക്കാലത്ത് വനഭൂമിയായി മാറി. ആ വനഭൂമിയിൽ വാവലിപ്പുഴയുടെ അക്കരെ ഒറ്റപ്പിലാവു മല എന്നാണ് പറയുക, ഓടക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ കുറിച്യ സമുദായത്തിലുള്ള ആളുകളാണ് ദിവസിച്ചിരുന്നവർ. ഈ കുറിച്യ സമുദായങ്ങൾ വസിച്ച സ്ഥലത്ത് നിന്ന് ഒരു കുറിച്യ യുവാവ് ഒരിക്കൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ആ ഒറ്റപ്പിലാവു മലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ല് കണ്ടു. ആ കല്ലിൽ അമ്പൊരച്ച് അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു. ഈ അമ്പൊരച്ച കല്ലിൽ നിന്ന് ചോര പൊടിയുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കേവലം ചെറുതായിട്ട് ചോര പൊടിയലല്ല, അതൊരു രക്തപ്രവാഹമായി മാറി. ഇദ്ദേഹം ഭയന്നുപോയി. ആ രക്തപ്രവാഹം നിലയ്ക്കാത്ത രക്തപ്രവാഹമായി മാറിയ സമയത്ത് ഇദ്ദേഹം ആകെ ഭയചകിതനായി അവിടെ നിന്ന് ഓടി ഒരു വിധത്തിൽ വാവലിപ്പുഴ കടന്ന് ഇവിടെ വന്ന് ഈ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ ഇല്ലത്ത് വന്ന് അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ചു. ദേശപ്രമുഖന്മാരായ ആളുകളെ വിവരം അറിയിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി വന്ന് പടിഞ്ഞീറ്റ നമ്പൂതിരി ഉൾപ്പെടെ എല്ലാവരും ഇദ്ദേഹം കാണിച്ചു കൊടുത്ത, ഒറ്റപ്പിലാൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പുഴയ്ക്ക് അക്കരെ കടന്ന് ആ സ്ഥലത്ത് എത്തി. ഈ അത്ഭുതമായിട്ടുള്ള ശിലയും രക്തപ്രവാഹവും കണ്ടു. വാവലിപ്പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിൽ ഒഴിച്ച് ആ രക്തപ്രവാഹം നിലയ്ക്കാൻ ഉള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം നെയ്യ് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു, പാല് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. എങ്ങനെ ഈ രക്തപ്രവാഹം നിർത്തണമെന്നറിയില്ല. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അവിടെ എത്തിച്ചേർന്ന ആളുകളുടെ ഇടയിൽ തീയ സമുദായത്തിൽ, മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. തെങ്ങ് കയറ്റം, ആ തൊഴിൽ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. വേഗം പോയി ഇളനീരുകൾ പറിച്ചു കൊണ്ടുപോകും. അപ്പോൾ അത് പിന്നെ ഈ ഇളനീരുകൾ ചെത്തി തിരുമേനി അഭിഷേകം ചെയ്തതും രക്തപ്രവാഹം നിലച്ചു. സ്വാഭാവികമായി ഇതെന്താണ് ഈ അത്ഭുതം, എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള അന്വേഷണം നടന്നു. പ്രശ്നചിന്തകളുണ്ടായി. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് മനസ്സിലായത് ഈ സ്ഥാനം ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ്. ഇവിടെയാണ് പണ്ട് ദക്ഷയാഗം നടന്നത്. ദക്ഷയാഗ ഭൂമിയിൽ സതീദേവി ദേഹത്യാഗം ചെയ്ത അമ്മാറക്കൽ തറ ഇവിടെയാണ്. ആ അമ്മാറക്കൽ തറയ്ക്ക് സമീപം ഭഗവാൻ, സതീവിരഹതപ്തനായ ഭഗവാൻ സ്വയംഭുവായി സാന്നിധ്യം ചെയ്തിരിക്കുന്നതാണ്. ഈ ശിലയിലാണ് ആ ഭഗവത് സാന്നിധ്യമുള്ളത്. ആ അത്ഭുത ശിലയിലാണ് ഇദ്ദേഹം അമ്പിന് മൂർച്ച കൂട്ടാൻ അമ്പുരച്ചത്. അതാണ് ഈ രക്തപ്രവാഹം ഉണ്ടായത്. ഇദ്ദേഹം അങ്ങ് ഭയന്നുപോയി. അപ്പോൾ തിരുമേനി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, താങ്കൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ല, താങ്കൾ മൂലം, താങ്കൾ കാരണക്കാരനായിട്ട് മാലോകർ മുഴുവൻ ഈ ഭഗവത് സാന്നിധ്യം അറിയാൻ ഇടയാകുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അങ്ങനെ
ആ ഭഗവത് സ്വയംഭൂ സാന്നിധ്യം അങ്ങനെയാണ്. ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉദയം അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് കൊട്ടിയൂരിലേക്ക് വരുമ്പോ എല്ലാവരും പറയും മഴ നനഞ്ഞുകൊണ്ട് ദേവനെ കാണണം. അതെ 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 അതെ, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതെ. എന്തുകൊണ്ടാണ് ആ വിശ്വാസത്തിന്? യഥാർത്ഥത്തില് കൊട്ടിയൂർ ഉത്സവം മഴക്കാല മഹോത്സവം എന്ന് തന്നെയാണ് പറയുക. വാവലിപ്പുഴയിൽ കുളിച്ച് ഈറനണിഞ്ഞ് ആ മഴ നനഞ്ഞുകൊണ്ട് അക്കരയ്ക്ക് പോകുന്ന ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിൻ്റെ ശരിയായ ഒരു കാഴ്ച. മഴ പ്രകൃതിയുടെ ഒരു സ്വാഭാവികതയാണ്. കൊട്ടിയൂർ ഉത്സവം ഒരു പ്രകൃതി സൗഹൃദ ഉത്സവമാണ്. അതിപ്രാചീന കാലത്ത് തന്നെ ചിട്ടപ്പെടുത്തപ്പെട്ട പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ഉത്സവമാണ്. അക്കരെ കൊട്ടിയൂരിലെ ആ സന്നിധാനം തന്നെ അവിടെ ഒരു സ്ഥിര നിർമ്മിതികളില്ല. ഉത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന പർണശാലകൾ, കയ്യാലകൾ എന്ന് പറയുന്ന താൽക്കാലിക പർണശാലകളാണ്. ശ്രീകോവിലിൻ്റെ മേൽക്കൂര താൽക്കാലികമായിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്നു. തിടപ്പള്ളിയുടെ മേൽക്കൂര താൽക്കാലികമായിട്ട് നിർമ്മിച്ചുണ്ടാകുന്നു. മുളങ്കമ്പുകളും പനയോല, ഞെട്ടിപ്പനയോല അതൊക്കെ ഉപയോഗിച്ച് ശ്രീകോവിൽ മേൽക്കൂര ഉണ്ടാക്കുന്നു. സ്ഥാനീകർക്ക് താമസിക്കാനുള്ള സങ്കേതങ്ങൾ, ദേവസ്വം ഓഫീസ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെയുള്ള താൽക്കാലിക പർണശാലകളിലാണ് നിലകൊള്ളുന്നത്. എന്ന് മാത്രമല്ല, ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും, നെയ്യമൃതുകാർ, ഇളനീർക്കാർ, ഇങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന ആളുകളെല്ലാം പ്രകൃതിയുമായിട്ട് അങ്ങേയറ്റം ഇടപഴകിയിട്ടുള്ള വ്രതചര്യയിലൂടെയാണ് കടന്നു പോകുന്നത്. മഴ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭാഗമാണ്. നീരെഴുന്നള്ളത്തോടു കൂടിയാണ് കൊട്ടിയൂർ ഉത്സവം ആരംഭിക്കുന്നത്. ആ നീരെഴുന്നള്ളത്തിന് പ്രകൃതിയുടെ നീരെഴുന്നള്ളത്തും ഉണ്ടാവും എന്നുള്ളതാണ്. അത്രമാത്രം അന്ന് മഴ പെയ്യാറുണ്ട്, അതങ്ങനെ കണ്ടുവരാറുണ്ട് പൊതുവെ. ഇപ്പൊ നമുക്കറിയാം, കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് മകം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല കൊട്ടിയൂരിലേക്ക്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആ സമയത്തിന് ശേഷം പ്രവേശനമില്ല? മകം കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല, കൊട്ടിയൂർ ഉത്സവത്തിന്റെ തുടക്കത്തിൽ നെയ്യാട്ടത്തോടു കൂടി ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ, നെയ്യാട്ടം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം. പക്ഷെ ആ സമയത്ത് പൂജകളൊന്നും നടക്കുന്നില്ല. പിറ്റേന്നാൾ ഭണ്ഡാരം എഴുന്നള്ളത്ത്, വിശാഖം നാളിലാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. മേടമാസത്തിലെ വിശാഖം നാളിൽ ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് നാൾ കുറിക്കും. അപ്പോൾ ഇടവമാസത്തിലെ വിശാഖം കണ്ട് അന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത്, തലേന്നാൾ നെയ്യാട്ടം. അങ്ങനെ ആണ് നാളുകൾ അടിസ്ഥാനമായിട്ടും തിഥി അടിസ്ഥാനമായിട്ടുള്ള ചടങ്ങുകൾ നിശ്ചയിക്കുക. അതിൽ ചടങ്ങുകൾ വ്യത്യസ്തങ്ങളായ സങ്കീർണങ്ങളായ ചടങ്ങുകളാണ്. വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷമാണ് ഭക്തജന പ്രവാഹം യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ തലേദിവസം പുരുഷന്മാരൊക്കെ പ്രവേശിക്കുന്നുണ്ട്, പക്ഷെ അവിടെ സ്ത്രീകൾ കയറുന്നില്ല. ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷമാണ് സ്ത്രീകൾ പ്രവേശിക്കുക. അതുപോലെ മകം നാളിൽ കലം വരവ് എന്നൊരു ചടങ്ങുണ്ട്. ആ മകം നാളിൽ രാത്രിയാണ് കലം വരവ്. അന്നത്തെ ഉച്ച ശീവേലി കഴിഞ്ഞാൽ, ഉച്ച ശീവേലി കഴിയുന്നതോടുകൂടി ശീവേലിക്ക് തിടമ്പേറ്റുന്ന ആന പിൻവാങ്ങും. പിന്നെ ആന തിടമ്പേറ്റിയിട്ടുള്ള ശീവേലിയില്ല. ശീവേലിയുണ്ട്, ആനയില്ല. അതിനുശേഷം അവിടുത്തെ ഘടനയാകെ മാറുകയാണ്. അതിനിഗൂഢമായിട്ടുള്ള പൂജകളാണ് അക്കരെ കൊട്ടിയൂരിൽ പിന്നീട് നടക്കുന്നത്. വളരെ ആളുകൾ ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പിന്നെ അക്കരെ കൊട്ടിയൂർ പോകുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ പുരുഷന്മാർക്കും അക്കരെ പ്രവേശനമില്ല. ഈ നിഗൂഢ പൂജകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിഗൂഢ പൂജകൾ എന്ന് പറയുന്നത് കൗളാചാര സമ്പ്രദായത്തിൽപ്പെട്ടുള്ള താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളാണ്. അതിനപ്പുറം നിഗൂഢ പൂജകൾ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നിഗൂഢ പൂജ അല്ലാതായില്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മള് ഇപ്പോ ഈ ആചാരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വ്രതങ്ങൾ, നമ്മള് ഇപ്പൊ ശബരിമലയിലേക്ക് പോകുമ്പോഴുള്ള വ്രതങ്ങൾ നമുക്കറിയാം. പക്ഷെ അതിലും കഠിനമായ വ്രതങ്ങളാണ് കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ എടുക്കേണ്ടിയിരിക്കുന്നത്. അതിനെ കുറിച്ചൊന്ന്. അങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നെയ്യമൃതുകാരുടെ വ്രതം. നെയ്യമൃത് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് മലബാറിലെ നമ്പ്യാർ സമുദായം, കുറുപ്പ് സമുദായം ഇതിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പശുപരിപാലനം നിർവഹിച്ചു പോന്നിരുന്ന ആളുകളാണ് ഈ നെയ്യ് എഴുന്നള്ളിച്ചെത്തിക്കേണ്ടത്. വില്ലിപ്പാലൻ വലിയ കുറുപ്പ്, തമ്മയങ്ങാടൻ നമ്പ്യാർ, ഈ കാരണവന്മാര് കലശപാത്രങ്ങളിൽ കൊണ്ടുവരുന്ന നെയ്യ് അവരെ അഭിഷേകം ചെയ്തിരിക്കണം. മറ്റ് ആ സമുദായത്തിൽപ്പെട്ട അവരുടെ പിന്മുറക്കാരായ ആളുകൾക്ക് വഴിപാടുകാരായിട്ട് നെയ്യമൃത് കൊണ്ടുവരാം, നേർച്ചയായി വഴിപാടായിട്ട് കൊണ്ടുവരാം. ഇവർ നെയ്യമൃത് വ്രതക്കാരുടെ വ്രതം 3 ഘട്ടങ്ങളായിട്ടാണ്. അതിൻ്റെ തീവ്രത കൂടി വരികയാണ്. അത് ഒന്നാമത്തെ ഘട്ടത്തിന് പറയുക പെണ്ണുങ്ങളെ കഞ്ഞി എന്നാണ് പറയുക. പെണ്ണുങ്ങളെ കഞ്ഞി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മ, ഭാര്യ, സഹോദരി ഒക്കെ പാകം ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വ്രതകാലം എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് വേറെ വെപ്പ് എന്ന് പറയുമ്പോൾ നെയ്യമൃതുകാർക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നത്. പുറമേയുള്ള ആ വ്രതധാരികളായ ആളുകളല്ലാതെ
പാകം ചെയ്യുന്ന ഭക്ഷണം അവർ കഴിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം മഠത്തിൽ കൂടലാണ്. നെയ്യമൃത മഠങ്ങളിലേക്ക് അവരുടെ താമസം മാറുന്നു. ഈ നെയ്യമൃത മഠങ്ങളിലേക്ക് പ്രവേശിക്കുന്നതോടു കൂടിയിട്ട് വ്രതം കഠിനമാണ്. ആ സമയത്ത് മറ്റൊരാൾ അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ കലശം കുളിക്കണം. വാസ്തവത്തിൽ ഒരു യോഗസാധനയുടെ പ്രതീകാത്മകത്വം വഹിക്കുന്ന ഒരു ചടങ്ങാണ് ഒരു നെയ്യമൃതധാരി നെയ്ക്കിണ്ടിയും ഏന്തിയിട്ടുള്ള കൊട്ടിയൂരിലേക്കുള്ള വരവ് എന്നാണ് പറയുക. കുറെ കൂടി പ്രകൃതിയുമായിട്ടിണങ്ങി കുറെ കൂടി ലളിതമായ വ്രതമാണ് ഇളനീർക്കാരുടേത്. ഇളനീർക്കാരുടെ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത് ഇളനീരഭിഷേകത്തോടു കൂടിയാണല്ലോ രക്തപ്രവാഹം നിലച്ചു എന്ന് ഐതിഹ്യ കഥകൾ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ശരിക്കും ആ ചടങ്ങിൻ്റെ അനുവർത്തനം ഇവിടുത്തെ ചടങ്ങുകളിലെല്ലാം കാണാം. അന്ന് നടന്ന സംഭവങ്ങളുടെ അനുവർത്തനം. എങ്ങനെയാണോ ഒറ്റപ്പിലാൻ ആദ്യമായിട്ട് അക്കരയ്ക്ക് ഇവരെയും കൂട്ടി പ്രവേശിക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം നീരെഴുന്നള്ളത്തിന് ആദ്യമായി അക്കര കടക്കൽ ചടങ്ങ് നടക്കുക. അതിനുശേഷമാണ് ഈ നെയ്യഭിഷേകം നടക്കുക, പാലമൃത് എഴുന്നള്ളത്ത് നടത്തുക, ഇളനീര് അഭിഷേകം നടത്തുക, ഈ ചടങ്ങുകളെല്ലാം. അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ ചടങ്ങുകൾ ഏർക്കുന്ന ആളുകളെല്ലാം പുറക്കൂവം മുതൽ അതികഠിനമായിട്ടുള്ള വ്രതനിഷ്ഠയിലൂടെയാണ് കടന്നു വരുന്നത്. ഈ കൊട്ടിയൂരിലേക്ക് വരുന്നവർ എന്ത് തരത്തിലുള്ള വ്രതങ്ങളാണ് എടുക്കുന്നത്? കൊട്ടിയൂരിലേക്ക് വരുന്നവർക്ക് ഇത്തരത്തിൽ ഒരു വ്രതചര്യ നിഷ്കർഷിച്ചിട്ടില്ല. സാമാന്യമായിട്ടുള്ള നമ്മുടെ പോകുന്ന രീതിയിലുള്ള വ്രതനിഷ്ഠയിലൂടെയാണ് കടന്നു വരുന്നത്. കൊട്ടിയൂരിലേക്ക് വരുമ്പോൾ കൊട്ടിയൂരിനൊപ്പം നമ്മൾ സന്ദർശിക്കേണ്ട മറ്റ് അമ്പലങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് അമ്പലങ്ങളുണ്ടോ? കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് മണത്തണയിലുള്ള കുണ്ടേൻ വിഷ്ണു ക്ഷേത്രം പൂർവികമായ ഒരു നിലയിൽ പറയുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മുതൽ തിരുനെല്ലി ക്ഷേത്രം വരെയുള്ള സ്വന്തം നിലയിൽ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ പോലും കൊട്ടിയൂരിൻ്റെ ഉപക്ഷേത്രങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. മണത്തണ കുണ്ടേൻ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ വിശേഷമായതാണ്. അതുപോലെ മണത്തണയിലെ ചപ്പാരം ക്ഷേത്രത്തിലെ ചപ്പാരം ആളുകൾ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന അക്കരെ കൊട്ടിയൂരിൽ വാളറ ഭണ്ണാരറ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിക്കും. അവിടെ ഒരു സവിശേഷതയുള്ളത്, വളരെ പാരമ്പര്യമായിട്ടും പൂർവികമായും നമ്പൂതിരി സമുദായത്തിൽപ്പെടാത്ത ആളുകൾ, നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ പരമ്പരാഗതമായി പൂജ ചെയ്തു വരുന്ന ക്ഷേത്രമാണ് ചപ്പാരം ക്ഷേത്രം. അക്കരെ കൊട്ടിയൂരിലെ വാളറയിലും അവർ തന്നെയാണ് അധികാരികളായിട്ടുള്ളത്. ഈ വാളറയിൽ എനിക്ക് തോന്നുന്നു 4 വാളുകളാണ് സൂക്ഷിക്കാറുള്ളത്. അതായത് ചപ്പാരം വാളുകൾ 3 വാളുകൾ, മുതിരേരിക്കാവിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മുതിരേരി വാള്, ഈ 4 വാളുകളാണ്. നമ്മളിപ്പോ ഇവിടുത്തെ ഈ ഓടപ്പൂവ് വളരെയധികം പ്രത്യേകത സംബന്ധിച്ച് എന്താണ് ഈ ഓടപ്പൂവിന്റെ കഥ? ഓടപ്പൂവ് വാസ്തവത്തിൽ കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക ഓടപ്പൂവാണ്. കൊട്ടിയൂരിന്റെ ഒരു പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ലോകമെങ്ങും വീടുകളുടെ പൂമുഖത്തായാലും വാഹനങ്ങളിലായാലും സ്ഥാപനങ്ങളിലായാലും ഓടപ്പൂ കാണാം. ആ ധവള ചാരുതയിൽ ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് ഓടപ്പൂവുള്ളത്. ഓടപ്പൂവിനെ പറ്റി വളരെ രസകരമായ കഥ ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. വീരഭദ്രസ്വാമി ദക്ഷന്റെ ശിരസ്സറുക്കുകയും ദക്ഷയാഗം മുടക്കുകയും ചെയ്തല്ലോ, വീരഭദ്രനും ഭദ്രകാളിയും ശിവഭൂതങ്ങളും കൂടി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഭൂതഗണങ്ങൾ പണിഷ്മെന്റ് കൊടുത്തു. പൂഷാവ് എന്ന് പറയുന്ന ആള് ദക്ഷൻ സതീദേവി അപമാനിച്ച് സംസാരിച്ചപ്പോൾ വെളുക്ക പല്ലുകൾ കാണിച്ച് ചിരിച്ചു എന്നാണ് പറയുക. അപ്പോൾ ഒരാളെ അപമാനിക്കുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് ചിരിച്ചു. ആ പൂഷാവിൻ്റെ പല്ലുകൾ ഭൂതഗണങ്ങൾ തല്ലിക്കുഴിച്ചു. ശിവഭഗവാന്റെ സഹസ്രനാമങ്ങളിൽ പൂഷദന്ത വിധേയ നമ എന്നൊരു നാമം ഉണ്ടായത് അങ്ങനെയാണ്, പൂഷാവിന്റെ പല്ലുകൾ തല്ലിക്കുഴിച്ചുകൊണ്ടാണ്. അതുപോലെ ഭൃഗു മഹർഷി അദ്ദേഹത്തിന്റെ വെളുത്ത് നീണ്ട നരച്ച താടി തടവി ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വീരഭദ്രൻ ഈ താടി ഇങ്ങ് പറിച്ചെടുത്തു. അപ്പോൾ വീരഭദ്രസ്വാമി ഈ താടി ഇങ്ങനെ പറിച്ചെടുത്ത് നിൽക്കുന്ന ആ ഒരു നിപ്പുണ്ട്. ആ ഭൃഗുമഹർഷിയുടെ നരച്ച താടി പറിച്ചെടുത്ത് നിൽക്കുന്ന ആ താടി അഹങ്കാരത്തെയാണ് വാസ്തവത്തിൽ പറിച്ചെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അഹങ്കാര നിരാസത്തിന്റെ പ്രതീകമായിട്ട് ആ ഭഗവത് പ്രതീകമായിട്ടാണ് ഓടപ്പൂ പറയപ്പെടുന്നത്. ഈ ഓടപ്പൂ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ വണ്ടികളിലൊക്കെ വെക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളുണ്ടോ? അത് ഐശ്വര്യത്തെ നൽകുകയും അതുപോലെ വീടുകളിൽ ഓടപ്പൂ തൂക്കുന്നത് കൊണ്ട് വാസ്തുദോഷങ്ങൾ നിവാരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓടപ്പൂ അടുത്ത വർഷത്തെ ഓടപ്പൂ കൊണ്ടുവരുമ്പോഴാണ് മുൻ വർഷത്തെ ഓടപ്പൂ മാറ്റേണ്ടത്. അത് ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യേണ്ടത്. മറ്റു പ്രധാന വഴിപാടുകൾ എന്തൊക്കെയായിരിക്കാം കൊട്ടിയൂരിനെ സംബന്ധിച്ച്? കൊട്ടിയൂരിൽ ഇപ്പോൾ സ്വർണ്ണക്കുടം വെള്ളിക്കുടം സമർപ്പണം വഴിപാട്, 1000 കുടം വഴിപാട്. അത് നേരത്തെ നമ്മൾ ഭാഷാ പ്രയോഗത്തെ പറ്റി പറഞ്ഞതുപോലെ സഹസ്ര കുംഭാഭിഷേകം എന്ന് പറയുന്നില്ല, 1000 കുടം അഭിഷേകം. ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു വഴിപാട്
ശയന പ്രദക്ഷിണമാണ്. എന്താണ് ശയന പ്രദക്ഷിണത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അക്കരെ ആ പ്രദക്ഷിണ വീതി ജലാശയമാണ്. വെള്ളം നിറഞ്ഞ ആ വീതിയിലൂടെയാണ് കണ്ണുകളിൽ കെട്ടി ഹരിഗോവിന്ദ നാമഘോഷണത്തോട് കൂടിയിട്ട് ഭക്തജനങ്ങൾ ശയന പ്രദക്ഷിണം ചെയ്യുക. അത് കൊട്ടിയൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായിട്ട് ശയന പ്രദക്ഷിണം പറയുന്നു. എല്ലാ ഉത്സവകാലത്തും ഈ ശയന പ്രദക്ഷിണം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേർ ശയന പ്രദക്ഷിണം, വാസ്തവത്തിൽ ശയന പ്രദക്ഷിണം കൂടുതലും നടക്കുന്നത് മകം കഴിഞ്ഞിട്ടാണ്. പുരുഷന്മാരാണ് ശയന പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മകം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, സ്വാഭാവികമായിട്ടും തിരക്ക് കുറയും. ഇപ്പോൾ തിരുവഞ്ചിറയിൽ ശയന പ്രദക്ഷിണം പോയിട്ട് ഒരാൾക്ക് നിൽക്കാൻ തന്നെ പറ്റാത്ത തിരക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ മകം നാൾ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സുന്ദരമായ കാഴ്ച ശയന പ്രദക്ഷിണത്തിൻ്റെതാണ്. അത് ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട വഴിപാടായിട്ട് അറിയപ്പെടുന്നു. ഒപ്പം തന്നെ ഈ ആലിംഗന പുഷ്പാഞ്ജലി, നമുക്കറിയാം കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ ആചാരങ്ങളെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ആചാരമാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി. വലിയ സൗഹൃദത്തിന്റെ സന്ദേശമാണ് ആലിംഗന പുഷ്പാഞ്ജലി നൽകുന്നത്. അതിനെ കുറിച്ചും കൂടി ഒന്ന്. ആലിംഗന പുഷ്പാഞ്ജലി നിർവഹിക്കുന്നതിന് അധികാരപ്പെട്ട ഒരു സ്ഥാനികനുണ്ട്. കുറുമാത്തൂർ തളിപ്പറമ്പിനടുത്താണ്. നായിക്കൻ സ്ഥാനികൻ എന്നാണ് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് പറയുക. അദ്ദേഹം ആ ഒരു ദിവസം ആ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് വരിക. അദ്ദേഹം വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആക്കൽ കയ്യാലയിലാണ് അദ്ദേഹത്തിന് ആതിഥ്യം നൽകുക. ആലിംഗന പുഷ്പാഞ്ജലി നിർവഹിക്കുന്ന സമയത്ത് ഈ പുഷ്പാഞ്ജലി നിർവഹിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനാണ്. ഈ പുഷ്പാഞ്ജലി ഇവിടെ ഒരു പ്രത്യേക ഘട്ടമാകുന്ന സമയത്ത് ആ സ്വയംഭൂ സ്ഥാനം നിലനിൽക്കുന്ന ആ നാളം എന്ന് പറയുന്ന കുഴിയിലേക്ക് ഇറങ്ങി ആ സ്വയംഭൂ ശിവനെ അദ്ദേഹം ആലിംഗനം ചെയ്യുകയാണ്. സതീവിരഹതപ്തനായിട്ടുള്ള ആ മഹാദേവനെ ഭഗവാൻ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിക്കുന്ന ഒരു രംഗമാണ് ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയാറുണ്ട്. ആ ആലിംഗന പുഷ്പാഞ്ജലിയുടെ ആ ഒരു വൈശിഷ്ട്യം, ആ വിഷ്ണു സാന്നിധ്യം ഇവിടെ വളരെ വിശേഷമാണ്. ശിവക്ഷേത്രമായ അക്കരെ കൊട്ടിയൂരിലേക്ക് ആളുകൾ ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമഘോഷണത്തോടു കൂടിയാണ് വരുന്നത്. കാരണം ക്രോധവശകനായിരിക്കുന്ന ഭഗവാനെ സാന്ത്വനിപ്പിക്കുന്ന വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഭക്തജനങ്ങൾ അക്കരയ്ക്ക് പ്രവേശിക്കുന്നത്. അത് ഈ ആലിംഗന പുഷ്പാഞ്ജലി അതിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയാണ്. ആലിംഗന പുഷ്പാഞ്ജലിക്ക് സമീപകാലത്ത് ദേശസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ലോകത്ത് മറ്റെവിടെയും ഇങ്ങനെയൊരു ചടങ്ങില്ലാത്തതുകൊണ്ട് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് ആലിംഗന പുഷ്പാഞ്ജലി, ഓടപ്പൂവ്, അപ്പട നിവേദ്യം, ഈ 3 സംഗതികൾ ദേശസൂചിക പദവി ലഭിച്ചിട്ടുള്ളവയാണ്. എന്താണ് ഈ അപ്പട നിവേദ്യം? അപ്പട നിവേദ്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ കൊട്ടിയൂർ ഉത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്നത് പുറക്കൂവത്തിന്, മേടമാസത്തിലെ വിശാഖത്തിന് ഇക്കരെ കൊട്ടിയൂരിലാണെന്ന് പറഞ്ഞല്ലോ. അന്ന് രാത്രി ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ആയില്യാർ കാവിൽ പൂജയുണ്ട്. ഇക്കരെ ക്ഷേത്രത്തിലെ ജന്മശാന്തിയായ പടിഞ്ഞേറ്റ് നമ്പൂതിരിയാണ് ആ പൂജ നിർവഹിക്കുക. ആ സമയത്ത് ഉള്ള നിവേദ്യ പ്രസാദമാണ് അപ്പട നിവേദ്യം, മഞ്ഞളപ്പം എന്ന് പറയുന്നത്. കനലിൽ ചുട്ടെടുക്കുന്ന ഒരു പ്രത്യേക നിവേദ്യ വസ്തുവാണ്. ഇതിൻ്റെ പ്രാധാന്യം ഈ പുറപ്പൂവത്തിനും പിന്നീട് നീരെഴുന്നള്ളത്തു നാളിലും ഇതേ പൂജയുണ്ട്. ഈ 2 ദിവസം മാത്രമേ ആയില്യാർ കാവിലേക്ക് പ്രവേശനമുള്ളൂ. ഈ അപ്പട നിവേദ്യം സ്വാഭാവികമായും പ്രസാദം സ്വീകരിക്കുന്ന വ്യക്തിക്ക് മധുര രസമാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുക. എന്നാൽ വളരെ അപൂർവമായി ചില ആളുകൾക്ക് കയ്പ് രസം അനുഭവപ്പെടാം. അങ്ങനെ അനുഭവപ്പെട്ടാൽ ആ വ്യക്തി അടുത്ത വൈശാഖ മഹോത്സവം വരെ ജീവിച്ചിരിക്കില്ല. ഇല്ല, കയ്പ് അനുഭവപ്പെടുന്നയാൾ എന്ന് വെച്ചാൽ വളരെ പ്രാചീന കാലത്തെ ചിട്ടപ്പെടുത്തപ്പെട്ട രഹസ്യമായിട്ട് പിന്മുറക്കാർക്ക് കൈമാറേണ്ട ഉപദേശങ്ങൾ, ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാനികർ അടുത്ത അവകാശികൾ നൽകേണ്ട ഉപദേശങ്ങൾ നൽകാൻ സമയമായി എന്നവർക്കുള്ള ഇൻഫോർമേഷനാണ്. ശരിക്കും അത് ഭയങ്കര ഭയാനകമായ. അതെ. ഇന്നും അത് ആചരിച്ചു പോകും. എന്നും ആ വഴിപാടുണ്ട്, അപ്പട പ്രസാദമുണ്ട്. ഈ അപ്പട നിവേദ്യം ഔഷധ വീര്യമുള്ളതാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ആ ഇന്ദ്രിയ ബലവുമായി ബന്ധപ്പെട്ട് അത് ആണ് ഈ രുചിഭേദത്തെ അനുഭവിക്കുന്നത്. ഒരാൾ ആസന്ന മരണനാകുന്നു എന്ന് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന തലത്തിലുള്ള ഒരു ഔഷധ വീര്യം അതിലുണ്ട്. അതുപോലെയുള്ള ഔഷധ പ്രാധാന്യം കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് അഷ്ടബന്ധം, ഈ സ്വയംഭൂ സ്ഥാനം ഉത്സവം കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തുനിന്ന് ശേഖരിക്കുന്ന മണ്ണ് കൊണ്ട് മൂടുകയാണ് ചെയ്യുക. ആ മണ്ണ് അടുത്ത വർഷത്തെ ഉത്സവത്തിന് നെയ്യാട്ടത്തിന് മുമ്പാണ് നീക്കം ചെയ്യുന്നത്. ഇതാണ് അഷ്ടബന്ധം എന്ന പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഈ മണ്ണ്, അഷ്ടബന്ധം എന്ന ഈ ഔഷധവീര്യമുള്ള മണ്ണ് ഉദര രോഗങ്ങൾക്ക്, ത്വക്ക് രോഗങ്ങൾക്ക് ഒക്കെയുള്ള ഔഷധം. അത് ഉദര രോഗങ്ങൾക്ക് അത് നിശ്ചിത അളവിൽ കഴിക്കുക, ത്വക്ക് രോഗങ്ങൾക്ക് അത് പുരട്ടുക ഒക്കെ ചെയ്യും. എന്തായാലും ഒരുപാട് സ്നേഹം. വളരെ സന്തോഷം.